നമസ്കാരം. ആലപ്പുഴയിലെ നീർക്കുന്നം പുന്നപ്ര ദേശീയപാതയിലൂടെ നടത്തിയ രസകരമായിട്ടുള്ള ഒരു യാത്രയുടെ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുന്നപ്ര ചരിത്രത്താളുകളിൽ ഇടം നേടിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിന് പുന്നപ്ര എന്ന പേര് ലഭിച്ചതിന് മുന്നിൽ എഴുതപ്പെടാത്ത ചില കഥകളുണ്ട്. സ്ഥലനാമങ്ങൾക്ക് മുമ്പ് മൈലുകളിലും കുറ്റികളിലുമാണ് സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഓരോ സ്ഥാപനങ്ങളുടെയും പ്രധാന മരങ്ങളുടെയും പേരിൽ സ്ഥലനാമങ്ങൾ വന്നു. പുന്നപ്ര എന്ന പേരും അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പുന്നപ്പറയാണ് പിന്നീട് പുന്നപ്രയായി ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടതെന്നാണ് പഴമക്കാർ പറയുന്നത്. പുന്നപ്ര ഗ്രാമം ചെറുപുന്നങ്ങൾ തിങ്ങി വളർന്നിരുന്ന നാടായിരുന്നു. സ്മരണകൾ പുതുക്കി പലയിടങ്ങളിൽ ഇന്നും പുന്നമരങ്ങൾ കാണാം. ഒരു കാലത്ത് ഏറെ പ്രിയമുണ്ടായിരുന്ന പുന്നക്കായ എണ്ണ ശേഖരിക്കുവാൻ സമീപ ജില്ലകളിൽ നിന്ന് നിരവധി പേരാണ് ഈ ഗ്രാമത്തിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുന്നപ്ര എന്ന പേരിന് പിന്നിൽ പുന്നമരത്തിന് പ്രസക്തിയുണ്ടെന്ന് ഉറപ്പിക്കാം. ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തെ പ്രധാന കൃഷി നെല്ലായിരുന്നു. ജനം അധികവും കാർഷിക വൃത്തിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ജന്മികളെന്ന് നെല്ല് അളന്ന് എടുത്തിരുന്നത് നാഴിയും ചങ്ങഴിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ നെല്ല് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സമയം കൂടുതൽ വേണ്ടി വന്നിരുന്നു. നെല്ല് അളക്കുന്നതിന് വലിയൊരു അളവ് പാത്രം വേണമെന്ന താല്പര്യം രാജാവ് മന്ത്രിയെ അറിയിച്ചു. തുടർന്ന് പല പ്രദേശങ്ങളിൽ നിന്നും ജന്മികളുടെ കഴിവ് തെളിയിക്കുന്ന തരത്തിലെ പാത്രങ്ങൾ തയ്യാറാക്കി രാജാവിന് കാഴ്ചവെച്ചത്രേ. പുന്നമരം ഏറെ ഉണ്ടായിരുന്ന പ്രദേശത്തുകാരൻ പുന്നത്തടിയിൽ മനോഹരമായി തീർത്ത പറയും കാഴ്ചവെച്ചു. ചെമ്മണ്ണിന്റെ നിറത്തിൽ കൊത്തുപണികൾ ചെയ്ത പറ രാജാവിന് ഏറെ ഇഷ്ടപ്പെട്ടു. കൃത്യമായ അളവിലാണ് പറ നിർമ്മിച്ചത്. 8 ചങ്ങഴി നെല്ല് കൊള്ളുന്ന പറ, 32 നാഴി. ഏറെ സന്തോഷം തോന്നിയ രാജാവ് പുന്നപ്പറക്കാരനെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. രാജാവ് അയാൾക്ക് കിഴിപ്പണവും പാരിതോഷികവും നൽകി. പുന്നമരത്തിൽ നിർമ്മിച്ച പറ കൊണ്ടുവന്ന ആളിനെ പുന്നപ്പറക്കാരൻ എന്ന് വിളിക്കുകയും പിന്നീട് ഈ നാടിനും പുന്നപ്ര എന്ന പേര് ലഭിച്ചുവെന്നാണ് മറ്റൊരു കഥ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു പുന്നപ്ര. 1940കളിൽ കയർ വ്യവസായത്തിലെ തൊഴിലാളികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല സ്വാധീനം വളർത്തിയെടുക്കുകയും മെച്ചപ്പെട്ട വേതനത്തിനായി സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടു. എന്നാൽ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരായ രാഷ്ട്രീയ നീക്കമായ ഉത്തരവാദിത്ത ഗവൺമെന്റിനായി തൊഴിലാളികളുടെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടതോടെ സ്ഥിതി വഷളായി. പുന്നപ്രയിലെ ഒരു ഭൂവുടമയായ അപ്ലോൺ ആരോജന് ആവശ്യാനുസരണം പോലീസ് സംരക്ഷണം നൽകുകയും അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള പ്രക്ഷോഭത്തിൽ ഒരു പ്രകടനക്കാരനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. നിരവധി സമരക്കാർ പോലീസ് ക്യാമ്പ് ആക്രമിക്കുകയും 4 പോലീസുകാർ കൊല്ലപ്പെടുകയും 35ഓളം സമരക്കാരും കൊല്ലപ്പെടുകയും ചെയ്തു. സർക്കാർ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള സൈനിക നടപടിയിൽ 300ഓളം പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. പുന്നപ്ര വയലാർ കലാപമെന്നാണ് ഈ സംഭവ പരമ്പര അറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സമര രക്തസാക്ഷി സ്തംഭം എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട്. എല്ലാ വർഷവും ആലപ്പുഴയിലെ വലിയ ചുടുകാടിൽ നിന്ന് സ്മാരകത്തിലേക്ക് ഘോഷയാത്ര നടത്താറുണ്ട്.
Do you think we'll ever go back down? I don't know.